ഹലോ ഫ്രണ്ട്സ്, ബി കെ എടുത്തേക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ SSLCയിലെ കെമിസ്ട്രി 5th ചാപ്റ്റർ കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ്, അതായത് എന്താ പറയുക അലോഹ സംയുക്തം എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം തന്നെ ഫോക്കസ് ഏരിയ എന്താണെന്ന് നോക്കണം. പിന്നെ നമുക്ക് ഇതിൻ്റെ കുറേ ആനിമേറ്റഡ് വീഡിയോസ് ഒക്കെ ഉണ്ട്, എല്ലാം കാണിച്ചു തരാം. അപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിരിക്കും, നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്താൽ കാണുക, എങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരൊറ്റ വീഡിയോ ഈ ചാപ്റ്റർ തീർക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ചാപ്റ്ററിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് എനേബിൾ ചെയ്തിടുക, എങ്കിലേ ഇതുപോലെ നല്ല ഇൻഫോർമേറ്റീവ് ആയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽ എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ മെയിൻ ഫോക്കസ് പോയിന്റ്. നിങ്ങൾ നോക്കുക, അത് കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽ, അമോണിയ, റിവേഴ്സിബിൾ ആൻഡ് ഇറവേഴ്സിബിൾ റിയാക്ഷൻസ്, കെമിക്കൽ ഈക്വലിബ്രിയം. അതായത് കെമിക്കൽ ഈക്വലിബ്രിയം എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് തന്നെയാണ്. അതിൻ്റെ സബ് ടോപ്പിക്സ് ആയിട്ടാണ് ബാക്കിയുള്ളതൊക്കെ വരുന്നത്. അതായത് ലിറ്റാറ്റിലെ പ്രിൻസിപ്പിൾ, ഇൻഫ്ലുവൻസ് ഓഫ് കോൺസെൻട്രേഷൻ ഓൺ ഈക്വലിബ്രിയം, പ്രഷർ ആൻഡ് ഈക്വലിബ്രിയം, ടെമ്പറേച്ചർ ആൻഡ് ഈക്വലിബ്രിയം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ അമോണിയ എന്താണെന്ന് നോക്കാം. അപ്പോൾ അമോണിയ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ കാണിച്ചു തരാം. നിങ്ങൾ വെച്ചാൽ വീഡിയോ ഒന്ന് കാണുക, അതിനുശേഷം നമുക്ക് ബാക്കി ചാപ്റ്ററിലേക്ക് നോക്കാം. അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും അമോണിയ എന്താണെന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക. അലോഹ സംയുക്തങ്ങൾ കാർഷിക രംഗത്തും വ്യാവസായിക രംഗത്തും വളരെയധികം പ്രാധാന്യമുള്ള രാസവസ്തുക്കളുണ്ട്. അവയിൽ മിക്കവയും അലോഹ സംയുക്തങ്ങളാണ്. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സൾഫ്യൂരിക് ആസിഡ് ഒരു പ്രധാന അലോഹ സംയുക്തമാണ്. നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണത്തിന് ആവശ്യമായ ഒരു അലോഹ സംയുക്തമാണ് അമോണിയ. പ്രധാനപ്പെട്ട ചില അലോഹ സംയുക്തങ്ങളെ കുറിച്ച് നമുക്ക് ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് അമോണിയയെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കാം, അതായത് ഈ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ പിക്ചറിൽ ഏറ്റവും പരിചയമുള്ള ഇതാണ് സൾഫ്യൂരിക് ആസിഡ് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, അതായത് ഈ കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽ എന്ന് പറയുന്ന ഈ ഹെഡിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അതായത് എന്താണ് സംയുക്തങ്ങളെയും ലോഹങ്ങളെയും പറ്റിയൊക്കെ ഉള്ള ഒരു ചാപ്റ്ററാണ്. ഇതെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അതിൽ മെയിനായിട്ട് നമുക്ക് ഫോക്കസ് പോയിന്റ് മാത്രം നോക്കി പെട്ടെന്ന് തന്നെ റിവിഷൻ ചെയ്ത് പോകണം. അപ്പോൾ ഫസ്റ്റിനെ അമോണിയ, NH3. Ammonia is an important raw material for the production of nitrogenous fertilizers which are essential for the growth of plants. അപ്പോൾ എന്താണ് ഈ അമോണിയ? അതായത് നമ്മുടെ ഈ നൈട്രോജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫെർട്ടിലൈസർ ഉണ്ടല്ലോ ചെടികൾക്കൊക്കെ ഇടുന്നത്, ആ ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ വേണ്ട ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അമോണിയ. അതായത് ചെടികൾ താഴ്ച വളരാൻ വേണ്ടിയിട്ട്, അതായത് ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള വളം, നൈട്രോജൻ അടങ്ങിയിട്ടുള്ള വളം നിർമ്മിക്കാനായിട്ട് മെയിനായിട്ട് എന്ത് വേണം? അമോണിയ വേണം. ഇതിലില്ലാണ്ട് നമ്മുടെ ആ നൈട്രോജനസ് ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. പിന്നെ നോക്കാം, ടേക്ക് എ ലിറ്റിൽ അമോണിയം ക്ലോറൈഡ് NH4Cl ഇൻ എ വാച്ച് ഗ്ലാസ് ആൻഡ് ആഡ് എ ലിറ്റിൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് CaOH2 സ്റ്റിർ വെൽ. അത് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾ വായിക്കുക. അതൊന്നും നമുക്ക് മെയിനായിട്ട് പറയുന്നില്ല. നമുക്ക് മെയിനായിട്ട് പറയേണ്ടത് ഈ എക്സ്പെരിമെൻറ്റ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. അതായത് ഇതിൻ്റെ ഓരോ ഇക്വേഷനും ഒരു അക്ഷരം പോലും വിടാതെ കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് പഠിക്കുക. ഇതിൽ മെയിനായിട്ട് കുറേ ഇക്വേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു ആനിമേറ്റഡ് വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സ്പെരിമെൻറ്റ് എങ്ങനെയാണെന്ന് നന്നായിട്ട് മനസ്സിലാവും. പിന്നെ ഈ ടേബിൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അമോണിയ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് നമുക്ക് ഈ ടേബിളിൽ. നമുക്ക് ഒരു പ്രധാന എന്താ പറയുക ഒരു അലോഹമാണ് നമ്മുടെ അമോണിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അമോണിയ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിൻ്റെ ഒരു ഡയഗ്രമാണിത്. അപ്പോൾ ഞാൻ ആദ്യം പറയുന്നതിൽ നിങ്ങൾക്ക് ജസ്റ്റ് ആ വീഡിയോ കാണിച്ചു തരാം. നിങ്ങളപ്പോൾ ശ്രദ്ധിച്ച് വാച്ച് ചെയ്യുക, മനസ്സിലാക്കുക. പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മിക്കുന്നതിന് ഉപകരണങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത് കണ്ടില്ലേ? കാൽസ്യം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡും എടുത്തിരിക്കുന്ന ഹാർഡ് ഗ്ലാസ് ടെസ്റ്റ് ട്യൂബ്, നീറ്റുക നിറച്ച ശോഷക സ്തംഭം, തലകീഴായി ക്രമീകരിച്ചിരിക്കുന്ന ജാർ. ഇവിടെ നടക്കുന്ന രാസപ്രവർത്തനത്തിന്റെ സമവാക്യം ശ്രദ്ധിക്കൂ. രാസപ്രവർത്തനത്തിന്റെ ഫലമായി ജലം ഉണ്ടാകുന്നത് ശ്രദ്ധിച്ചില്ലേ? ഇത് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ് അമോണിയ വാതകത്തെ നീറ്റുക നിറച്ച ശോഷക സ്തംഭത്തിലൂടെ കടത്തിവിടുന്നത്. അമോണിയ വാതകം ശേഖരിക്കുന്ന ജാർ തലകീഴായി വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അമോണിയ വാതകത്തിന് വായുവിനേക്കാൾ സാന്ദ്രത കുറവായതിനാലാണ്. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇത് വലിയ കാര്യമൊന്നുമില്ല. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അമോണിയ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണുള്ളൂ. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾ കാണുന്നില്ലേ, മൗസിൻ്റെ കേഴ്സറിലേക്ക് ശ്രദ്ധിക്കുക.
ഇവിടെ നിങ്ങൾ കാണുന്നില്ല ഒരു ടെസ്റ്റ് ട്യൂബ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഈ ടെസ്റ്റ് ട്യൂബിൽ എന്താ ഉള്ളത്? നമ്മുടെ അമോണിയം ക്ലോറൈഡ് ഉണ്ട്, പിന്നെ എന്തുണ്ട്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കാൽസ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് നീറ്റൊക്കെയാണ്, ഇത് കാൽസ്യം ഹൈഡ്രോക്സൈഡാണ്. അപ്പോൾ അമോണിയയും കാൽസ്യം ഹൈഡ്രോക്സൈഡും കൂടിയാണ് എന്തിലുള്ളത്? ഈ ഒരു ടെസ്റ്റ് ട്യൂബിലുള്ളത്. ഈ ചൂടാക്കുന്നത് കണ്ടിട്ടില്ലേ? ഈ ചൂടാക്കുന്ന ഈ ടെസ്റ്റ് ട്യൂബിലുള്ളത് അമോണിയ പ്ലസ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്, അതായത് NH4Cl പ്ലസ് CaOH2. നിങ്ങൾ അതിപ്പോൾ പേര്, അതായത് അമോണിയം കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. അതായത് അല്ലാണ്ട് അങ്ങനെ ഇക്വേഷൻ വെറുതെ ഇങ്ങനെ NH4Cl2 പ്ലസ് CaOH2 എന്ന് പറഞ്ഞ് കാണാൻ പഠിക്കുന്നതിന് എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മുടെ അമോണിയയും കാൽസ്യം ഹൈഡ്രോക്സൈഡും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടുന്ന് ചൂടാക്കുന്നുണ്ട്. അപ്പോൾ ചൂടാക്കിയ പൊതുവായി ഗ്യാസ് മാതിരിയാണ് വരിക. അതായത് എന്താ പറയുക, നമുക്ക് 3 തരത്തിലുള്ള സ്റ്റേറ്റ് ആണല്ലോ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അപ്പോൾ ഗ്യാസ് സ്റ്റേറ്റിലായിരിക്കും വരിക. എന്തായും ഈ ടെസ്റ്റ് ട്യൂബിലൂടെ വരും. അതിനുശേഷം എന്താ ഇതിനെ നമ്മൾ എന്താ പറയുക? നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്ക് തന്നെ. നമ്മൾ എന്താ പറയാമെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് പാസ്ഡ് ത്രൂ ഡ്രൈയിങ് ടവർ. ഈ ഡ്രൈയിങ് ടവർ എന്നാണ് അതായത് ഇവിടെ ഈ ബോട്ടിൽ നിറച്ചിട്ടുള്ളത് നീറ്റ് കക്കയാണ്. ഈ നീറ്റ് കക്കയ്ക്ക് ഇത് കാൽസ്യം ഓക്സൈഡാണ് ഇതിൽ നിറച്ചിട്ടുള്ളത്. ഇതിന് ഈ എന്താ പറയുക, ഒരു ടവർ പോലെയല്ലേ ഇതിനെ കാണാം. അതുകൊണ്ട് തന്നെ ഡ്രൈയിങ് ടവർ എന്നാണ് ഇതിൻ്റെ പേര്. നമ്മളിതിനെ ബീക്കർ എന്നൊക്കെ പറയില്ല, അതുപോലെ അതായത് നമ്മുടെ ടെസ്റ്റ് ട്യൂബാണിത്, ബീക്കർ, അങ്ങനെ ഓരോ പേര് പറയുമല്ലോ. അപ്പോൾ ഇതിൻ്റെ പേരാണ് ഡ്രൈയിങ് ടവർ. ഓക്കെ, ഇനി ഞാൻ നിൽക്കുന്നത് കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഓരോന്നിൻ്റെ സെപ്പറേറ്റ് ചിത്രങ്ങൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കാൽസ്യം ഹൈഡ്രോക്സൈഡ്. നോക്കി വെച്ചോളൂ, അതിൻ്റെ എന്താ പറയുക നെയിമൊക്കെ ശരിക്കും നോക്കുക. അതായത് CaOH2 ആണ് അതിൻ്റെ ഫോം. ഓക്കെ, അത് നോക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒരു വെള്ള പൊടിയാണ്, അതിനെയാണ് നമ്മൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുക. പിന്നെ ഇതിലേതായിരിക്കും നമ്മുടെ അമോണിയ? നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾ കഴിഞ്ഞ വർഷത്തിലൊക്കെ സ്കൂളിൽ നിന്നൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ കല്ലുപ്പ് പോലുള്ളതാണ് നമ്മുടെ അമോണിയ. ഇതാണ് അമോണിയ അല്ല, സോറി, അമോണിയം ക്ലോറൈഡാണിത്. അമോണിയം ക്ലോറൈഡ് ഇതിനാണല്ലോ നമുക്ക് അമോണിയ ആക്കി എടുക്കേണ്ടത്. ഈ അമോണിയം ക്ലോറൈഡാണിത്. ഇവിടെ കാണുന്നത് നീറ്റ് കക്ക. ഈ നീറ്റ് കക്ക പൊടിച്ചതായിരിക്കും നമ്മൾ എക്സ്പെരിമെൻറ്റിന് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പല കുട്ടികൾക്കും മിസ്റ്റേക്ക് പറ്റാറുണ്ട്. ഇവിടെ നിറയ്ക്കുന്നത് എന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡാണ്. ഇവിടെയാണ് നമ്മുടെ നീറ്റ് കക്ക ഉണ്ടാവുക ഇവിടെ. അപ്പോൾ ഇത് ചൂടാക്കുമ്പോൾ ഇത് ഗ്യാസായിട്ട്, അതായത് നമ്മുടെ അമോണിയ ഗ്യാസായിട്ട് ഇങ്ങോട്ട് വരും. അതിനുശേഷം നമ്മുടെ അമോണിയയിൽ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും. എന്താ പറയുക, ഇതിങ്ങനെ ചൂടായി വരികയാണല്ലോ, അതിൽ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും. ഈ വാട്ടർ കണ്ടൻറ്റിനെ അബ്സോർബ് ചെയ്ത് ഡ്രൈയിങ് ട്രാവലിലൂടെ കടത്തിവിടും. അതായത് ഇവിടെ നമ്മുടെ നീറ്റ് കക്കയിലൂടെ അത് കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ ജലാംശം മുഴുവൻ ഇവിടെ വലിച്ചെടുത്ത് പോയിക്കോളും. ജലാംശം മുഴുവൻ എന്ത് ചെയ്യും? നീറ്റ് കക്ക വലിച്ചെടുക്കും. അതിനുശേഷം വീണ്ടും നമ്മുടെ ഈ ടെസ്റ്റ് ട്യൂബിലൂടെ അങ്ങോട്ട് അതിൽ വരുന്നു. അതിനുശേഷം ഇവിടെ നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരാൻ നല്ല ചാൻസ് ഉണ്ട്. അതായത് ഇവിടെ നിങ്ങൾ കണ്ടോ, അമോണിയ ശേഖരിക്കെടുത്ത ബീക്കർ നോക്കൂ, നിങ്ങൾ തല കുത്തനെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അത് കറക്റ്റ് നമുക്ക് മനസ്സിലായെന്നല്ല, പക്ഷേ ഇവിടെ നോക്കുക, അത് ശരിക്കും തല കുത്തനെയാണ് ഇത് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ തല കുത്തനെ വെക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കും. നമ്മുടെ ഈ ഓക്സിജൻ ഉണ്ടല്ലോ, ഓക്സിജനെക്കാട്ടും എന്താണ് ഡെൻസിറ്റി കുറവാണ് നമ്മുടെ അമോണിയ ഗ്യാസിന്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. എക്സാമിന് വളരെയധികം ചോദിച്ചു കണ്ട ഒരു ക്വസ്റ്റ്യനാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ അമോണിയയുടെ ബീക്കർ തല കുത്തനെ വെക്കുന്നത്, അമോണിയ ശേഖരിക്കാനുള്ള ബീക്കർ എന്തുകൊണ്ട് തല കുത്തനെ വെക്കുന്നത് എന്നുള്ള ചോദ്യം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് തല കുത്തനെ വെക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ വായുവിനെക്കാട്ടും ഡെൻസിറ്റി കുറവാണ്, ഓക്സിജനെക്കാട്ടും ഡെൻസിറ്റി കുറവായതുകൊണ്ട് എന്ത് ചെയ്യുന്നു? പൊന്തിപ്പോവും. അങ്ങനെ പൊന്തിപ്പോകുമ്പോൾ മൊത്തം പോയാൽ നമുക്ക് അമോണിയ കിട്ടില്ലല്ലോ, അത് മേലോട്ട് പോയിപ്പോയില്ലോ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ബീക്കർ തല കുത്തനെ വെച്ചിട്ടുള്ളത്. ഇങ്ങനെ പൊന്തിപ്പോകുമ്പോൾ നമുക്ക് ഇവിടെ തടഞ്ഞ് നിൽക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പേര് വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് ഇക്വേഷൻ മറന്നു പോകത്തുമില്ല. അത് NH4 എന്ന് വെച്ചാൽ അമോണിയ ആണ്. ഈ NH4Cl പ്ലസ് CaOH2 ഇതാ ഞാൻ പറഞ്ഞല്ലോ, അതായത് അമോണിയയും കാൽസ്യം ഹൈഡ്രോക്സൈഡും. പിന്നെ ഇത് നമ്മുടെ എന്താണ്? കാൽസ്യം ഓക്സൈഡ്, നീറ്റ് ഒക്കെയാണ്. ഇത് ഡ്രൈയിങ് ടവർ ആണെന്നൊന്നും മറന്ന പോലെ. ഈ പിക്ചർ നിങ്ങൾ വരയ്ക്കാൻ പഠിച്ചാൽ അത്രയും നല്ലതാണ്, നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും അത്രയും. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ സംഭവം. അതായത് നമ്മുടെ ഈ ഇക്വേഷൻ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കുക. അമോണിയ ഫോർമേഷൻ്റെ ഒരു ഇക്വേഷനാണ് ഈ ഇക്വേഷൻ, നിങ്ങൾ പഠിച്ചിരിക്കുക. ഓക്കെ, അമോണിയ ഫോർമേഷൻ്റെ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ ഒരിക്കലും തെറ്റിപ്പോകരുത്. അതായത് 2NH4Cl പ്ലസ് CaOH2. അതായത് നമ്മുടെ എന്താണ്? അമോണിയം ക്ലോറൈഡും കാൽസ്യം ഓക്സൈഡും തമ്മിൽ പ്ലസ് ചെയ്ത് എന്ത് ചെയ്തു? ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, OH2 നമ്മുടെ വാട്ടറിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്, ഇതിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് നമുക്ക് വേണ്ട, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എന്താ പറയുക ഡ്രൈയിങ് ടവറിലൂടെ കടത്തിവിടുന്നത് കാൽസ്യം ഓക്സൈഡിലൂടെ. ഇതിൽ കാൽസ്യം ഓക്സൈഡ് ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ CaCl2
കാൽസ്യത്തിലൂടെ നമ്മൾ കടത്തിവിടും. കാൽസ്യം പ്ലസ് 2H2O, അത് വാട്ടറിൻ്റെ കണ്ടൻറ്റിലുമാണ് നമ്മൾ കടത്തിവിടുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഈ കാൽസ്യം ഓക്സൈഡ് നമ്മുടെ വാട്ടർ കണ്ടൻറ്റിനെ അബ്സോർബ് ചെയ്യും. അതായത് ജലാംശത്തിനെ എന്ത് ചെയ്യും, നീറ്റുവെക്കാൻ വലിച്ചെടുത്തോളും. അതിനുശേഷം NH3 നമ്മുടെ അമോണിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ ഇക്വേഷൻ. 2NH4Cl plus CaOH2 gives CaCl2 plus 2H2O plus 2NH3. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്തായാലും നന്നായിട്ട് പഠിക്കുക. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ ആൻസേഴ്സ് എല്ലാം ഉള്ള ഒരു ഇത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ആ ലിങ്കിൽ ജസ്റ്റ് നിങ്ങൾ കയറിയാൽ മതി. ഈ ചാപ്റ്ററിലുള്ള എല്ലാ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും പിന്നെ എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ജസ്റ്റ് കയറി നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ ഈ അമോണിയ എന്ന് പറഞ്ഞ ടോപ്പിക് ഏകദേശം തീരാനായി. നമ്മളൊരു മെയിൻ ഭാഗം പറഞ്ഞു. അമോണിയൻ്റെ നിർമ്മാണം തന്നെയാണ് അതിൽ മെയിനായിട്ട് വരുന്നത്. അത് നമ്മൾ പറഞ്ഞു. ഈ നമുക്ക് ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട് അമോണിയൻ്റെ, അതായത് ജലധാര പോലെ വരുന്ന ഈ ഒരു എക്സ്പെരിമെൻ്റ് ഇല്ലേ, അത് നമുക്കൊന്ന് ജസ്റ്റ് ഞാനൊരു നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ തന്നെ ഏകദേശം എല്ലാം മനസ്സിലാവും. അതിനുശേഷം നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് വാച്ച് ചെയ്യാം, എന്നിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇത് പ്രധാനമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റ് ആണ് നമ്മുടെ അമോണിയ യൂസ് ചെയ്തിട്ട്. നിങ്ങൾ നോക്കുക, ഇവിടെ ഈ ഒരു ബീക്കറിൽ എന്താണ് വാട്ടർ ഉണ്ട്, അതും എന്താണ് ഫിനോഫ്തലിൻ ഉള്ള ഒരു ഫിനോഫ്തലിൻ കലർത്തിയ ജലമുണ്ട്. പിന്നെ ഇവിടെ ഒരു സിറിഞ്ച് ഉണ്ട്, ഒരു ടെസ്റ്റ് ട്യൂബ് ഉണ്ട്. ടെസ്റ്റ് ട്യൂബിൽ ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് എഴുതിയത് നിങ്ങൾ നോക്കുക, വാട്ടർ. അതിന് ശേഷം NH3 ഗ്യാസാണ്, ഗ്യാസ് ഫോമിലാണുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ധാരാധാരമായിട്ട് വരുന്നത്, ഈ ഫൗണ്ടൈനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ കുറച്ച് കാര്യങ്ങൾ നോക്കാണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ അമോണിയയുടെ പ്രിപ്പറേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാണ്ട് ഞാൻ അത് പറയാം. ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തന്നെ നമുക്ക് ഫസ്റ്റ് പറയാം. അപ്പോൾ ഈ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അമോണിയം പ്രിപ്പറേഷൻ്റെ എക്സ്പ്ലനേഷനാണിത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് റെഡി ചെയ്ത്, ലബോറട്ടറി പ്രിപ്പറേഷൻ ബൈ ഹീറ്റിംഗ് അമോണിയം ക്ലോറൈഡ് ആൻഡ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അതിൻ്റെ ഇക്വേഷനാണ് 2NH4Cl plus CaOH2 gives CaCl2 plus 2H2O plus 2NH3. Formed ammonia is passed through quicklime calcium oxide to remove water. Due to less density, ammonia collected by inverted gas jar. അത് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഗ്യാസ് ജാറിലാണ് അമോണിയ കളക്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ലെസ് ഡെൻസിറ്റി. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കുക. പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്. ഈസിലി സൊല്യൂബിൾ ഇൻ വാട്ടർ ടു ഫോം അമോണിയം ഹൈഡ്രോക്സൈഡ്. ഇതെന്താണ്, ജലവുമായിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യും, സൊല്യൂബിൾ ആവും. എന്നിട്ട് എന്താവും, അമോണിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവുകയും ചെയ്യും. പെട്ടെന്നായിരിക്കും അതിൻ്റെ റിയാക്ഷൻസ് നടക്കുക. പെട്ടെന്ന് തന്നെ അത് അമോണിയം ഹൈഡ്രോക്സൈഡായിട്ട് മാറും ജലമായിട്ട് പ്രവർത്തിച്ചാൽ. പിന്നെ പഞ്ചൻ്റ് സ്മെല്ലാണ്, രൂക്ഷഗന്ധമുണ്ട്. അമോണിയൻ്റെ എന്താണ് പ്രോപ്പർട്ടീസ് ചോദിച്ചാൽ ഇതൊക്കെ നിങ്ങൾ എഴുതണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻസ് ആയ കാര്യങ്ങളാണ്, ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഒന്നാമത്തെ പോയിന്റ് എന്താണ്, ഈസിലി സൊല്യൂബിൾ ഇൻ വാട്ടർ ടു ഫോം അമോണിയം ഹൈഡ്രോക്സൈഡ്. ജലമായിട്ട് പ്രവർത്തിച്ച് എന്താകും, പെട്ടെന്ന് തന്നെ അമോണിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറും. പിന്നെ പഞ്ചൻ്റെ സ്മെല്ലാണ്, രൂക്ഷഗന്ധമാണ്. പിന്നെ റെഡ് ലിറ്റ്മസ് പേപ്പർ ടേൺ ബ്ലൂ ടു ബേസിക് ക്യാരക്ടർ. അതെന്താണ്, ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീല നിറത്തിലാക്കി മാറ്റുന്നു. അത് ഓർത്ത് വയ്ക്കുക. പിന്നെ ഡെൻസിറ്റി ഈസ് ലെസ് ദാൻ എയർ. എയറിനെക്കാട്ടും ഡെൻസിറ്റി കുറവാണ്, വായുവിനെക്കാട്ടും സാന്ദ്രത കുറവാണ്. പിന്നെ നമുക്ക് രണ്ട് തരത്തിലുള്ള അമോണിയ പറയാനുണ്ട്, ലിക്വർ അമോണിയം, ലിക്വിഡ് അമോണിയം. ഹൈലി കോൺസെൻട്രേറ്റഡ് അക്വസ് സൊല്യൂഷൻ ഓഫ് അമോണിയ. ലിക്വിഡ് അമോണിയ എന്താണ്, അമോണിയ ലിക്വിഫൈഡ് ഈസിലി ബൈ അപ്ലൈയിങ് പ്രഷർ. ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുമ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നമ്മുടെ ഈ എക്സ്പ്ലനേഷൻ ജസ്റ്റ് പറഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തില്ല, അതിലേക്ക് തിരിച്ചു പോവാം. അതാ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു എക്സ്പെരിമെൻറ്റ് മാത്രമാണ്. ഇതിൽ നമ്മൾ വലിയ ഫോക്കസ് കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇതിൽ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് തന്നത് എന്തിനാണെന്ന് അറിയാം. നമുക്ക് അമോണിയക്ക് ഈ കളറുണ്ട്, കളർലെസ് ആണ് നമ്മുടെ അമോണിയ. ഇത് കളർ എന്താണ്, നോ എന്ന് വേണം നമ്മൾ എസ് വെട്ടിക്കളയാ, നോ. പിന്നെ ഓർഡർ എന്താണ്, പഞ്ചൻ സ്മെല്ലാണ്, അത് രൂക്ഷഗന്ധമാണ്. നേച്ചർ എന്താണ്, ബേസിക് നേച്ചറാണ്, അസിഡിക് അല്ല, ബേസിക് ആണ്. ഓക്കെ, പിന്നെ സൊല്യൂബിലിറ്റി ഇൻ വാട്ടർ വെരി ഹൈ ആണ്. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു, ഇത് അമോണിയം ജലമായിട്ട് പ്രവർത്തിച്ച് എന്ത് ചെയ്യും, അമോണിയം ഹൈഡ്രോക്സൈഡ് മാറും നമ്മൾ പറഞ്ഞു. പിന്നെ ഡെൻസിറ്റി ഓഫ് അമോണിയം ലെസ് ദാൻ ദാറ്റ് ഓഫ് എയർ ആണ്, അതായത് എയറിനെക്കാട്ടും കുറവാണ്. ഓക്കെ,
എയറിനെക്കാട്ടും സാന്ദ്രത കുറവാണ്. അത്ര കാര്യങ്ങൾ വെച്ച് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു എക്സ്പെരിമെൻറ്റ് തന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പാടി തന്നിട്ടുണ്ട്. വെൻ ആൻ അമോണിയം ടാങ്കർ ലീക്സ് വാട്ടർ ഈസ് സ്പ്രേഡ് ടു റെഡ്യൂസ് ഇറ്റ്സ് ഇൻറ്റൻസിറ്റി. അതായത് എന്താണ്, ഒരു അമോണിയം ടാങ്കർ പറഞ്ഞാൽ എന്ത് ചെയ്യും, അതിൻ്റെ തീവ്രത കുറയ്ക്കാൻ വേണ്ടിയിട്ട് വാട്ടർ അതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? ഇതിന് കാരണം എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എ ഹൈലി കോൺസെൻട്രേറ്റഡ് അക്വസ് സൊല്യൂഷൻ ഓഫ് അമോണിയ ഈസ് കോൾഡ് ലിക്കർ അമോണിയ. ലിക്കർ അമോണിയ എന്താണ്? ഹൈലി കോൺസെൻട്രേറ്റഡ് അക്വസ് സൊല്യൂഷൻ. ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളൊരു ദ്രാവകമാണ്, അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ലിക്കർ അമോണിയ എന്ന് പറയുക. അപ്പോൾ ആണ് ഈ ലിക്കർ അമോണിയ, അതായത് വളരെ എന്താണ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ, അതൊരു ദ്രാവകമാണ്. സൊല്യൂഷൻ ഓഫ് അമോണിയ ഈസ് കാൾഡ് ലിക്കർ അമോണിയ. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ലിക്കർ അമോണിയ എന്ന് പറയാം. ഇതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വെള്ളം അങ്ങോട്ട് ചീറ്റി കൊടുക്കേണ്ട കാരണം എന്താ, അത് നമുക്ക് അറിയണ്ടേ. അപ്പോൾ നമുക്ക് ബാക്കി വായിക്കാം. അമോണിയ ഗ്യാസ് ക്യാൻ ബി ലിക്വിഫൈഡ് ഈസിലി ബൈ അപ്ലൈയിങ് പ്രഷർ. എന്താണ് ഈ അമോണിയ ഗ്യാസ് എന്ത് ചെയ്യും, പെട്ടെന്ന് ലിക്വിഫൈ ചെയ്യും. ലിക്വിഫൈ മീൻസ് ഞാൻ പറയാം, ഞാൻ ഒക്കെ ഭാഷയുണ്ട് പറയാം. പെട്ടെന്ന് അത് ലിക്വിഫൈ ചെയ്യും ഈസിലി. അത് പെട്ടെന്ന് എങ്ങനെയാണ് ലിക്വിഫൈ ചെയ്യുന്നത്, പ്രഷർ കൊടുക്കുമ്പോൾ. അതിന് നമ്മൾ പ്രഷർ കൊടുക്കുമ്പോൾ പെട്ടെന്ന് ലിക്വിഫൈ ആവും. പിന്നെ ലിക്വിഫൈഡ് അമോണിയ ഇസ് നോൺ ആസ് ലിക്വിഡ് അമോണിയ. അതിൽ ലിക്വിഫൈ ആയിട്ടുള്ള അമോണിയ നമ്മൾ ലിക്വിഡ് അമോണിയ എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ എത്രേ പറയുന്നുള്ളൂ, മെയിനായിട്ടൊന്നുമില്ല. അതായത് നമ്മുടെ അമോണിയയുടെ ഗാഢ ജലീയ ലായനിയാണ് നമ്മൾ ലിക്കർ അമോണിയ എന്ന് പറയുന്നത്. ഈ അമോണിയ എന്ത് ചെയ്യും, ഈ അമോണിയ ഗ്യാസിനെ ഈ വെള്ളം ഒഴിക്കുമ്പോൾ എന്ത് ചെയ്യും, പെട്ടെന്ന് നമുക്ക് ലിക്വിഡാക്കി മാറ്റാൻ പറ്റും. സോളിഡ് ഗ്യാസിനെ നമുക്ക് എന്ത് ചെയ്യും, ലിക്വിഡാക്കി മാറ്റാൻ. ആ വാതകത്തിന് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് എന്താവും, അത് ലിക്വിഡായി മാറും, അതായത് ജലാംശമായിട്ട് മാറും. ലിക്വിഫൈഡ് അമോണിയ, ഈ എന്താ പറയുക, ദ്രാവക അവസ്ഥയിലുള്ള അമോണിയാണ് നമ്മൾ എന്ത് പറയും, ലിക്വിഡ് അമോണിയ എന്ന് പറയും. അവിടെ അത്രയേ ഉള്ളൂ. പിന്നെ ഫോർ ദ മാനുഫാക്ചർ ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ലൈക്ക് അമോണിയം സൾഫേറ്റ്, അമോണിയം ഫോസ്ഫറേറ്റ്, യൂറിയ എക്സെട്ര ആസ് എ റെഫ്രിജറേറ്റർ ഇൻ ഐസ് പ്ലാന്റ്. അതായത് നമ്മുടെ അമോണിയൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾ പോയിന്റ് പഠിച്ച് വെക്കുക. പിന്നെ ഇവിടെ ഫില്ല് ചെയ്യേണ്ടതൊക്കെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും, നിങ്ങൾ അവിടെ കയറിയിട്ട് ഇതൊക്കെ ഫില്ല് ചെയ്യുക. ഈ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ റീഡ് ചെയ്യുമ്പോൾ ഇത് ഫില്ല് ചെയ്തതിന് ശേഷം റീഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് നോക്കാം. ഇവിടെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. HCl യൂസ് ചെയ്തിട്ടുള്ള എക്സ്പെരിമെൻ്റാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് ഇറവേഴ്സിബിളും ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് ഇനി നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഈ അമോണിയ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് ഇവിടെ കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ അമോണിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ഇവിടെ കഴിഞ്ഞു. നമുക്കിനി അടുത്ത ടോപ്പിക്കായിട്ട് എന്ത് നോക്കണം, റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ്. അതാണ് നമ്മുടെ അടുത്ത ഫോക്കസ് പോയിൻ്റ് ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ഫോക്കസ് പോയിൻ്റ് ആയിട്ടുള്ള അത് നോക്കാം. അതായത് എന്താണ് റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. അപ്പോൾ നമ്മുടെ അടുത്ത ടോപ്പിക്കിൻ്റെ ഭാഗമായിട്ടാണ് ഈ എക്സ്പെരിമെൻ്റ് തന്നെ കൊടുത്തിട്ടുള്ളത്. അത് പറയുമ്പോൾ മുമ്പ് ചെറിയൊരു കാര്യം കൂടി പറയാം. അതായത് യൂസ് ഓഫ് അമോണിയ എന്ന് വെച്ചാൽ നിങ്ങൾ ഇതും കൂടെ നോക്കിയേക്കാം. യൂസ് ഓഫ് അമോണിയ ഫോർ ദ മാനുഫാക്ചർ ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആസ് റെഫ്രിജറന്റ് ഇൻ ഐസ് പ്ലാന്റ് ടു ക്ലീൻ ടൈൽസ് ആൻഡ് വിൻഡോസ് പാൻസ് ആസ് എ ലബോറട്ടറി റേജന്റ്. ഈ പോയിന്റ്സ് നിങ്ങൾ പഠിച്ചിരിക്കുക, എന്തായാലും എക്സാമിന് ചോദിക്കുന്നത് ഷുവറാണ്. അപ്പോൾ അടുത്ത് നമുക്ക് റിവേഴ്സിബിൾ റിയാക്ഷൻസും അതായത് ഇറിവേഴ്സിബിൾ റിയാക്ഷനും ഒക്കെ നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് എക്സ്പെരിമെൻറ്റ് നോക്കാം. ടേക്ക് എ ഗ്ലാസ് ട്യൂബ്. ഒരു ഗ്ലാസ് ട്യൂബ് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്ലേസ് എ പീസ് ഓഫ് കോട്ടൺ ഡിപ്ഡ് ഇൻ HCl അറ്റ് വൺ എൻഡ് ആൻഡ് അനദർ പീസ് ഡിപ്ഡ് ഇൻ അമോണിയ സൊല്യൂഷൻ അറ്റ് ദ അതർ എൻഡ് ഓഫ് ദ ഗ്ലാസ് ട്യൂബ് സച്ച് ദാറ്റ് ദിസ് ആർ വെൽ ഇൻസൈഡ് ദ ഗ്ലാസ് ട്യൂബ്. ക്ലോസ് ദ ബോത്ത് എൻഡ്സ് ഓഫ് ദ ഗ്ലാസ് ട്യൂബ് ടൈറ്റ്ലി യൂസിങ് കോക്ക്. എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഒരു ഇത് ഒരു ഗ്ലാസ് ട്യൂബ് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ എന്ത് ചെയ്യണം, നമ്മുടെ പഞ്ഞിയിൽ എന്ത് ചെയ്യണം, ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl മുക്കിയിട്ട് വെക്കുക, അതിൻ്റെ ഒരു അറ്റത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മറ്റേ അറ്റത്ത് പഞ്ഞി വെക്കണം. അതും എന്ത് മുക്കിയിട്ടാണ് മറ്റേ അറ്റത്ത് പഞ്ഞി വെക്കേണ്ടത്, നമ്മുടെ അമോണിയൻ്റെ സൊല്യൂഷൻ ആക്കിയതിന് ശേഷമാണ് അപ്പുറത്ത് പഞ്ഞി വെക്കേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, കോട്ടൺ ഡിപ്ഡ് HCl, ഇവിടെ നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് പുതർത്തി വെച്ച നമ്മുടെ കോട്ടൺ ഉണ്ട്, പിന്നെ അല്ലാതെ അമോണിയ സൊല്യൂഷൻ മുക്കി വെച്ച കോട്ടനും ഉണ്ട്. ഓക്കെ അത്ര പറഞ്ഞു. പിന്നെ സച്ച് ദാറ്റ് ദീസ് വെൽ ഇൻസൈഡ് ദ ഗ്ലാസ് ട്യൂബ്. ഗ്ലാസ് ട്യൂബിൻ്റെ ഉള്ളിലാക്കുക, അതായത് രണ്ടും ഉള്ളിലാണ്. പിന്നെ ക്ലോസ് ബോത്ത് എൻഡ്സ് ഓഫ് ദ ഗ്ലാസ് ടൈറ്റ്ലി. നമുക്ക് ഇവിടെ പിക്ചറിൽ തന്നെ കാണാം, രണ്ട് അറ്റവും ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ടൈറ്റായിട്ട്. ഓക്കെ, ഡു യു ഒബ്സർവ് ദ തിക്ക് വൈറ്റ് ഫ്യൂംസ്? ഇറ്റ്സ് ഡ്യൂ ടു ദ കമ്പൈൻസേഷൻ ഓഫ് HCl ആൻഡ് NH3 ഗ്യാസ് ഹീറ്റ് ദ റീജിയൻ ഓഫ് ദ ഗ്ലാസ് ട്യൂബ് വേർ ദ വൈറ്റ് പൗഡർ ഓഫ് അമോണിയ ഇസ് അമോണിയം ക്ലോറൈഡ്. അതായത് ഇവിടെ എക്സ്പെരിമെൻറ്റ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടതില്ല, ഇതിൻ്റെ റിയാക്ഷൻസ് ഇവിടെ ജസ്റ്റ് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ ഈ റിയാക്ഷൻ കണ്ടില്ലേ,
ഇങ്ങനെ ഈ ആരോ മാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ആരോ മാർക്ക് കണ്ടില്ലേ, അത് നമ്മുടെ സാധാ റിയാക്ഷനാണ്, നിങ്ങൾക്ക് കണ്ടു പരിചയമുണ്ടാവും. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കുക, അത് രണ്ടറ്റത്തേക്കും ആരോ മാർക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരും അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്താണ് ദ സൈൻ. അതായത് ഈ സൈനിനെ നമ്മൾ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ ബോത്ത് ഡയറക്ഷൻ. രണ്ട് ഡയറക്ഷനിലും റിയാക്ഷൻ നടക്കും, ആ ഡയറക്ഷനിലും ഈ ഡയറക്ഷനിലും റിയാക്ഷൻ നടക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ സൈനിനെ ഉപയോഗിക്കുന്നത്. ദിസ് സൈൻ ഈസ് ടു ബി റീഡ് ആസ് റിവേഴ്സിബിൾ. ഇത് നമ്മൾ എന്ത് പറയും, റിവേഴ്സിബിൾ റിയാക്ഷൻ. ഈ സൈൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഇക്വേഷൻ കണ്ടാൽ അപ്പം നിങ്ങൾ പറയണം എന്താണ്, അത് റിവേഴ്സിബിൾ റിയാക്ഷനാണ് അവിടെ നടക്കുക. അത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം. നമുക്കിവിടെ ഈ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇവിടെ NH4Cl ഗീവ്സ് NH3 + HCl എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടല്ലോ. ഇതാണ് നമ്മുടെ അഭികാരവും ഉൽപ്പന്നവും എന്നുണ്ട്. ഇത് നമ്മുടെ ഉൽപ്പന്നമാണ് നമുക്ക് കിട്ടിയത്. ഇത് രണ്ടും കൂടി കൂട്ടുമാണ് നമുക്കിത് കിട്ടുന്നതെങ്കിൽ ഉൽപ്പന്നമാണ്. അപ്പുറത്തുള്ള അഭികാരവും എന്ന് കരുതുക. ഈ ഉൽപ്പന്നത്തെ അഭികാരമാക്കാനും അഭികാരത്തിന് ഉൽപ്പന്നമാക്കാനും സാധിക്കും. ഇവിടെ പ്രത്യേകം തന്നിട്ടുണ്ട്, റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ബോത്ത് ഡയറക്ഷൻ ആർ കാൾഡ് റിവേഴ്സിബിൾ റിയാക്ഷൻ. രണ്ട് ഡയറക്ഷനിലേക്കും റിയാക്ഷൻ നടക്കുന്നതിന് നമ്മൾ എന്ത് പറയും, റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയും. ഇനി റിവേഴ്സിബിൾ റിയാക്ഷൻ, ദ റിയാക്ഷൻ ഇൻ വിച്ച് ദ റിയാക്റ്റൻറ്റ് ചേഞ്ച് ടു പ്രൊഡക്റ്റ് ഇസ് കാൾഡ് ഫോർവേഡ് റിയാക്ഷൻ. ഇത് ചെയ്യുന്നതാണ് റിയാക്റ്റൻറ്റ് പ്രൊഡക്റ്റായി മാറുന്നതിന് നമ്മൾ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയും. അതായത് എന്താണ്, അഭികാരകം ഉൽപ്പന്നമാകുന്നതിന് നമ്മൾ ഫോർവേഡ് റിയാക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, ഉഭയദിശ പ്രവർത്തനം എന്നല്ല. അതായത് ഉഭയദിശ പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ്, റിവേഴ്സിബിൾ റിയാക്ഷനാണ് നമ്മൾ ഉഭയദിശ എന്ന് പറയാം. ഇതെന്താണ്, ഇത് പൂർവ്വ പ്രവർത്തനമാണ്, ഫോർവേഡ് റിയാക്ഷനാണ്. ആൻഡ് ഇൻ വിച്ച് പ്രൊഡക്റ്റ് ചേഞ്ച് ബാക്ക് ടു റിയാക്റ്റൻറ്റ്. എന്താണ്, നമ്മൾ പ്രൊഡക്റ്റ് റിയാക്റ്റൻ്റ് ആവുകയാണെങ്കിൽ നമ്മുടെ ഉൽപ്പന്നം അഭികാരമായിട്ട് മാറുകയാണെങ്കിൽ നമ്മളതിനെ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയും. എന്താണ് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ, പശ്ചാത്ത പ്രവർത്തനം. ഓക്കെ, നമ്മുടെ എന്താണ് ഉൽപ്പന്നം അഭികാരമായിട്ട് മാറുകയാണെങ്കിൽ അതായത് നമ്മൾ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയും. ഓക്കെ, ഇവിടെ അത് മെയിനായിട്ട് ഇത്രയേ വരുന്നുള്ളൂ. നമുക്ക് നോക്കാം. ഇതാ റിവേഴ്സിബിൾ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ബോത്ത് ഡയറക്ഷൻ. രണ്ട് ഡയറക്ഷനിലും എന്ത് ചെയ്യും, റിയാക്ഷൻ നടക്കും. ഇറ്റ് ഇൻവോൾവ്സ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അതായത് ഫോർവേഡും ബാക്ക്വേർഡും ആയിട്ട് റിയാക്ഷൻ നടക്കും രണ്ട് സൈഡിലേക്ക്. അത് പറഞ്ഞു. ഫോർവേഡ് റിയാക്ഷൻ റിയാക്റ്റൻറ്റ് ചേഞ്ച് ഇൻ ടു പ്രൊഡക്റ്റ്. ഫോർവേഡ് റിയാക്ഷൻ അതായത് പൂർവ്വപ്രവർത്തനത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, റിയാക്റ്റൻറ്റ് പ്രൊഡക്റ്റായിട്ടാണ് മാറുന്നത്. അതായത് നമ്മുടെ അഭികാരകം ഉൽപ്പന്നമായിട്ട് മാറും. അതുപോലെ ബാക്ക്വേർഡ് റിയാക്ഷൻ പശ്ചാത്ത പ്രവർത്തനത്തിൽ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ഉൽപ്പന്നം എന്താവുകയാണ്, അഭികാരകമാണ്. അത് പ്രൊഡക്റ്റ് റിയാക്റ്റൻ്റായിട്ട് മാറും. ഇതിൽ തന്നെ നമുക്ക് ഫോർവേഡ് റിയാക്ഷൻ്റെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. NH3 + HCl ഗീവ്സ് NH4Cl. അതുപോലെ ബാക്ക്വേർഡ് റിയാക്ഷനും NH4Cl ഗീവ്സ് NH3 + HCl. അതായത് ഇത് രണ്ടും കൂടി കൂട്ടിയപ്പോഴാണ് നമുക്കിവിടെ ഉൽപ്പന്നം കിട്ടിയിട്ടുള്ളത്. ഇതാണ് ഒരു ഉൽപ്പന്നം. അതുപോലെ തന്നെ ഈ ഉൽപ്പന്നത്തിന് നമുക്ക് അഭികാരമായിട്ട് ഇത് ഉടൻ തന്നെ കൺവേർട്ട് ചെയ്യാണ്, ഡീകമ്പോസ് ചെയ്തിട്ട് അത് ഉടൻ തന്നെ അഭികാരമായിട്ട് മാറും. രണ്ട് സ്ഥലത്തേക്ക് നടക്കും. ഇറവേഴ്സിബിൾ റിയാക്ഷൻ റിയാക്റ്റൻറ്റ് ഗീവ് പ്രൊഡക്റ്റ് ഓൺലി. അതായത് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ അതായത് രണ്ട് സൈഡിലേക്കും റിയാക്ഷൻ നടക്കില്ല, ഒരു സൈഡിലേക്ക് നടക്കുള്ളൂ. റിവേഴ്സ് ചെയ്യില്ല, അതായത് നമ്മൾ നടക്കുന്ന പ്രവർത്തനം എന്ത് ചെയ്യാണ്, തിരിച്ച് നടക്കില്ല. അതെന്താണ്, റിയാക്ഷൻ ഗീവ് പ്രൊഡക്റ്റ് ഓൺലി. അങ്ങനെയുള്ളത് നമുക്ക് പ്രൊഡക്റ്റ് മാത്രമേ തരുന്നുള്ളൂ, ഉൽപ്പന്നം മാത്രമേ തരുള്ളൂ. അതിൻ്റെ ഒരു ഉദാഹരണം എടുത്ത് തന്നിട്ടുണ്ട്. എക്സാമ്പിൾ NaOH + HCl ഗീവ്സ് NaCl + H2O. ഇതെന്താണ് നിങ്ങൾ നോക്കാതെ, ഇവിടെ രണ്ട് സ്ഥലത്ത് പ്രൊഡക്റ്റ് അതായത് നമുക്ക് ഉൽപ്പന്നം മാത്രമേ കിട്ടുന്നുള്ളൂ. എന്താണ്, ഈ ഉൽപ്പന്നം ഒരിക്കലും അഭികാരമായിട്ട് മാറുന്നില്ല. കെമിക്കൽ ഈക്വലിബ്രിയമാണ് നമുക്ക് ഇനി അടുത്തായിട്ട് പറയാനുള്ളത്. കെമിക്കൽ ഈക്വലിബ്രിയം അത് നമുക്ക് നോക്കാം. നമ്മുടെ കെമിക്കൽ ഈക്വലിബ്രിയത്തിൽ ഈ പിക്ചറൊക്കെ കാണുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കേണ്ട വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റുമാണ്. അപ്പോൾ ഈ കെമിക്കൽ ഈക്വലിബ്രിയം എന്ന് പറയുന്നത് ജസ്റ്റ് ഇവിടെ തന്നിട്ടുള്ള പിക്ചർ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഗ്രാഫ് മാത്രമാണ്. നമ്മുടെ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും വരുന്നതിൻ്റെ ഒരു ജസ്റ്റ് ഗ്രാഫ് മാത്രം. ട്രൈ ടു ഫൈൻഡ് ആൻസേഴ്സ് ടു ദ ഗിവൺ ക്വസ്റ്റ്യൻ. അതായത് ഇത് നോക്കിയിട്ട് നമ്മളോട് താഴത്തുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഈ ആൻസേഴ്സൊക്കെ ഞാൻ ജസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കയറിയാൽ ഇതിൻ്റെ എല്ലാത്തിനെയും ആൻസർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മെയിൻ ടോപ്പിക്കിലേക്ക് പോകാം. കെമിക്കൽ ഈക്വലിബ്രിയം ഈസ് ദ സ്റ്റേജ് അറ്റ് വിച്ച് ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ബിക്കംസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻ എ റിവേഴ്സിബിൾ കെമിക്കൽ റിയാക്ഷൻ. അതായത് നമ്മുടെ റിവേഴ്സിബിൾ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ. റിവേഴ്സിബിൾ കെമിക്കൽ റിയാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് പ്രൊഡക്റ്റിനെ എന്താക്കി മാറ്റാൻ പറ്റും, റിയാക്റ്റൻറ്റിനെ പ്രൊഡക്റ്റ് ആക്കാൻ പറ്റും, പ്രൊഡക്റ്റിനെ റിയാക്റ്റൻ്റ് ആക്കാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുക, റിവേഴ്സിബിൾ റിയാക്ഷൻ. നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന കെമിക്കൽ റിയാക്ഷൻസിനാണ് നമ്മൾ റിവേഴ്സിബിൾ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയാം. അതിലെന്താണ്, ഈ ഫോർവേഡ് റിയാക്ഷൻ്റെയും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെയും ഈക്വലാണ്, റേറ്റ് ഈക്വലായിട്ട് വരുന്നതാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക,
കെമിക്കൽ ഈക്വലിബ്രിയം എന്ന് പറയാം. കെമിക്കൽ ഈക്വലിബ്രിയം ഇസ് ദ സ്റ്റേജ് അറ്റ് വിച്ച് ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ബിക്കംസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻ എ റിവേഴ്സിബിൾ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ കെമിക്കൽ ഈക്വലിബ്രിയം എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. ഇതിൽ ഇനി സബ് ടോപ്പിക്സ് വരുന്നുണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഈക്വലിബ്രിയം എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. ഈക്വലിബ്രിയത്തിൽ തന്നെ ഉണ്ട് ഈക്വലിബ്രിയം, നമുക്ക് അങ്ങനെ മനസ്സിലാക്കി വെക്കാവുന്നതേ ഉള്ളൂ. ഇതെവിടെ ജസ്റ്റ് ഡെഫിനേഷൻ പോലെ തന്നിട്ടുണ്ട്. സ്റ്റേജ് അറ്റ് വിച്ച് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ബിക്കം ഈക്വൽ ടു ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇത് കുറച്ചുകൂടി സിമ്പിൾ ഫോമാണ്, അതായത് ക്യാപ്സൂളാണ്. അപ്പോൾ നിങ്ങളത് നോക്കുക. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കെമിക്കൽ ഈക്വലിബ്രിയം. ഈ കെമിക്കൽ ഈക്വലിബ്രിയത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പ്രത്യേകതകളുണ്ട്, അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ബോത്ത് റിയാക്റ്റൻ്റ് ആൻഡ് പ്രൊഡക്റ്റ് കോ എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോ എക്സിസ്റ്റ് വെച്ചാൽ എന്താ? കോസിസ്റ്റ് വെച്ചാൽ നമ്മളെ സഹവർത്തിക്കുക. ഇതിപ്പോൾ എന്താ പറയുക, ഒരേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക എന്നൊക്കെ പറയില്ല. അതുപോലെ ബോത്ത് റിയാക്റ്റൻ്റ് ആൻഡ് പ്രൊഡക്റ്റ് കോ എക്സിസ്റ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ കഴിവുള്ളവരാണ്. റേറ്റ് ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ബിക്കം ഈക്വൽ. ഈ ഫോർവേഡ് റിയാക്ഷൻ്റെയും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെയും റേറ്റ് എന്താണ്? ഈക്വലാണ്. പിന്നെ ഡൈനാമിക്സ് അറ്റ് മോളിക്കുലർ ലെവൽ ബിക്കോസ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഒക്കർ സിമിൾട്ടൻസ്ലി അറ്റ് ഈക്വൽ റേറ്റ് ഒക്കർ ഇൻ ക്ലോസ്ഡ് സിസ്റ്റം. എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, ഈ മോളിക്കുലർ ലെവലിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ മോളിക്കുലർ അതായത് തന്മാത്രാ തലത്തിലുള്ള ചലനം, ഡൈനാമിക്സ് അറ്റ് മോളിക്കുലർ ലെവൽ, ഈ മോളിക്യൂൾസൊക്കെ ചലിക്കുമല്ലോ, ആ ചലനം എന്താണ്? ഫോർവേഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ത് ചെയ്യുക? സിമിൾട്ടൻസ്ലി ഈക്വൽ റേറ്റ് ആണ് അതിലും വരുന്നത്. രണ്ടെണ്ണത്തിൻ്റെ ചലനാത്മകമായിട്ടുള്ള മോളിക്യൂൾസിൻ്റെ നീക്കും. ഓക്കെ, പിന്നെ ഒക്കർ ഇൻ ക്ലോസ് സിസ്റ്റം, ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിലാണ് ഒക്കർ ചെയ്യുക. അത് ഓക്കെ, അതും ക്ലിയർ ആണ്. പിന്നെ ഗ്രാഫ് ഓഫ് റിവേഴ്സിബിൾ റിയാക്ഷൻ. ഈ ഗ്രാഫ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ജസ്റ്റ് അധികം പണിയൊന്നുമില്ല, ജസ്റ്റ് റേറ്റ് ഓഫ് റിയാക്ഷൻ ജസ്റ്റ് എഴുതുക. ജസ്റ്റ് നമ്മുടെ സാധാ ഗ്രാഫ് വരയ്ക്കുന്നവർ വരയ്ക്കുക. അതിനുശേഷം ഈ പിക്ചർ ഓർത്ത് വെക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും എന്താണ്? ഈക്വൽ ആണ്. ഈക്വൽ വരുന്ന സ്ഥലത്ത് എന്താണ്? ഈക്വലിബ്രിയം ആയിരിക്കും. അറ്റൈൻമെൻറ്റ് ഓഫ് ഈക്വലിബ്രിയം ഇൻ എ റിവേഴ്സിബിൾ റിയാക്ഷൻ. റിവേഴ്സിബിൾ റിയാക്ഷനിൽ ഇങ്ങനെയാണ് നടക്കുക. അത്രമാത്രം ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ലീ ചാറ്റ്ലിയർ പ്രിൻസിപ്പിളാണ്. അതായത് നമ്മുടെ അടുത്ത ഫോക്കസ് പോയിന്റ് ആയിട്ടുള്ളത് എന്താണ്? ലീ ചാറ്റ്ലിയർ പ്രിൻസിപ്പിൾസ് ആണ്. അപ്പോൾ നമുക്ക് അതെന്താ നോക്കാം. വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് പ്രഷർ ഓർ ടെമ്പറേച്ചർ ഓഫ് എ സിസ്റ്റം അറ്റ് ഈക്വലിബ്രിയം ഈസ് ചേഞ്ച്ഡ്, ദ സിസ്റ്റം വിൽ റീ അഡ്ജസ്റ്റ് ഇറ്റ് സെൽഫ് സോ ആസ് ഇറ്റ് nullify the effect of that change and attain a new state of equilibrium. ഇത് വളരെ സിമ്പിളാണ്. അതായത് നമ്മുടെ ഈ കോൺസെൻട്രേഷൻ, പ്രഷർ ഓർ ടെമ്പറേച്ചർ, ഈ ഏകാഗ്രതയിലും മർദ്ദത്തിലും ടെമ്പറേച്ചർ അതായത് ചൂടിലും ഈ സിസ്റ്റത്തിൽ ഈക്വലിബ്രിയം ചേഞ്ച് എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ എന്ത് ചെയ്യും? ദ സിസ്റ്റം വിൽ റീ അഡ്ജസ്റ്റ്, എന്ത് ചെയ്യും? അത് പുനഃക്രമീകരിക്കും. ഇറ്റ്സെൽഫ് അതും സ്വയം തന്നെ പുനഃക്രമീകരിക്കും. സോ ഇറ്റ്സ് നുള്ളിഫൈ ദ എഫക്റ്റ് ഓഫ് ചേഞ്ച് ആൻഡ് അറ്റൈൻഡ് ന്യൂ സ്റ്റേറ്റ് ഓഫ് ഈക്വലിബ്രിയം. എന്താണ് ആ മാറ്റം വന്നിട്ടുണ്ട്? ഇവിടെ ചൂട്, അതായത് പ്രഷർ, മർദ്ദം, ഏകാഗ്രതത്തിന് എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ, ഈ സിസ്റ്റത്തിന് എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അത് പുതിയ മാറ്റത്തിന് വിധേയമായിട്ട് എന്ത് ചെയ്യും? ന്യൂ സ്റ്റേറ്റ് ഓഫ് ഈക്വലിബ്രിയം ഫോം ചെയ്യും. അതായത് കറക്റ്റ്, അതായത് സ്വയം തന്നെ പരിഹരിക്കുന്ന അർത്ഥം. അത്രയേ ഉള്ളൂ ലീ ചാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. അതിൽ നിന്ന് മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ, അതായത് ഈ ജസ്റ്റ് ആ പ്രിൻസിപ്പിൾ എഴുതാൻ ചോദിക്കും, അല്ലാതെ മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് അതിൽ വരാൻ സാധ്യത കുറവാണ്. പിന്നെ ഇൻഫ്ലുവൻസ് ഓഫ് കോൺസെൻട്രേഷൻ ഇൻ ഈക്വലിബ്രിയം എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക് ഉണ്ട്. നമ്മുടെ ഇവിടെ നമുക്ക് അടുത്തായിട്ട് വരുന്ന ഇൻഫ്ലുവൻസ് ഓഫ് കോൺസെൻട്രേഷൻ ഓൺ ഈക്വലിബ്രിയം, നമ്മുടെ ഫോക്കസ് പോയിന്റ് ആയിട്ട് വരുന്ന അടുത്ത അതാണ്. അതെന്താണെന്ന് വെച്ചാൽ വെൻ ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ഓർ ഡിക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് വിൽ ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ. എന്ത് ചെയ്യും? ഈ നമ്മുടെ കോൺസെൻട്രേഷൻ ഉണ്ടല്ലോ, റിയാക്റ്റൻ്റ് അഭികാരകത്തിൻ്റെ കോൺസെൻട്രേഷൻ എന്താണ് കുറയുകയാണെങ്കിൽ, കുറയുകയോ നമ്മുടെ അഭികാരത്തിൻ്റെ കോൺസെൻട്രേഷൻ, അതായത് നമ്മുടെ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയുകയാണെന്ന് വിചാരിക്കാം. അതിനോടൊപ്പം കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ്, നമ്മുടെ ഉൽപ്പന്നത്തിൻ്റെ കോൺസെൻട്രേഷൻ എന്താവുകയാണ്, കൂടുകയും ചെയ്താൽ എന്ത് ചെയ്യും? നമ്മുടെ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂടും, നിരക്ക് കൂടും. പിന്നെ ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഇൻക്രീസ് ബാക്ക്വേർഡ് റിയാക്ഷൻ, അതായത് നമ്മുടെ ഉൽപ്പന്നത്തിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടുകയും ചെയ്യും. അപ്പോൾ അതാണ് ജസ്റ്റ് മെയിനായിട്ട് അതിൽ പറയാം. എൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. N2+3H2 gives 2NH3. To increase the rate of forward reaction, increase the concentration of N2 or H2 to remove ammonia from the system. Okay. Effect of pressure. പ്രഷർ ആൻഡ് ഈക്വലിബ്രിയം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു ഫോക്കസ് പോയിന്റ് വരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് കിടക്കാം. അതിനുമ്പോൾ ഇതിൽ തന്നെ കുറച്ച് കാര്യങ്ങളോടും കൂടി പറയാനുണ്ട്. അപ്പോൾ നോക്കുക. ഇൻഫ്ലുവൻസ് ഇൻ ദ കേസ് ഓഫ് ഗ്യാസസ് ഓൺലി, അതായത് എന്താണ്? നമ്മുടെ ഗ്യാസില്ലേ, ഗ്യാസിൻ്റെ ഇൻഫ്ലുവൻസ്, ഗ്യാസിനെ മാത്രമേ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളൂ. ഗ്യാസിൻ്റെ സ്റ്റേറ്റിൽ മാത്രമേ ഇൻഫ്ലുവൻസ് ചെയ്യുള്ളൂ, എഫക്റ്റ് ചെയ്യുള്ളൂ.
അതായത് നമുക്ക് ബോയിൽസ് ലോ ഉണ്ട്, പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. എന്താണ് വോളിയത്തിനെ പ്രഷർ വോളിയം തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് നമ്മൾ ബോയിൽസ് ലോ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. N2+3H2 gives 2NH3 4 gives 2 എന്ന് പറയുന്ന പോലെ. ഓക്കെ, അതായത് ഇവിടുത്തെ 2 2 4 ആൻഡ് ഇവിടുത്തെ 2. ഓക്കെ, her total volume of reactant is 4 and that of the product is 2. When the pressure of system increases, volume number of molecule decreases. അതായത് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ അധികം മനസ്സിലാക്കേണ്ട കാര്യമില്ല, നിങ്ങളിത് ജസ്റ്റ് പഠിച്ചേക്ക് ബൈ ഹാർട്ട് ചെയ്യാം. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല എക്സാമിന് നിങ്ങൾക്ക് കുറച്ചുകൂടി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ച് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. ഹെൻസ് ഫോർവേഡ് റിയാക്ഷൻ, അതായത് ജസ്റ്റ് നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതായത് പ്രഷർ കൂടും, വോളിയം ഡിക്രീസ് ചെയ്യും, അതിൻ്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഇതിൽ തന്നെ നമുക്ക് വരുന്ന ഒരു ടോപ്പിക്കാണ്. പിന്നെ ഇവിടെ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട്, ദർ ഇസ് നോ ചേഞ്ച് ദ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾ റിയാക്റ്റൻ്റ് ആൻഡ് പ്രൊഡക്റ്റ്, ഹെൻസ് പ്രഷർ വിൽ നോട്ട് ഹാവ് എനി എഫക്റ്റ് ഓൺ ഈക്വലിബ്രിയം. പ്രഷറിൽ ഒരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരു ചേഞ്ചും ഉണ്ടാവില്ല. മോളിക്യൂളിനും റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റിനൊന്നും ഒരു ചേഞ്ചും സംഭവിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്ത് നോക്കാം, എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ ഡയറക്ഷൻ അറ്റ് വിച്ച് എൻഡോതെർമിക് റിയാക്ഷൻ ഇൻക്രീസസ്. ഇഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് എൻഡോതെർമിക്, വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ്. ഇവിടെ ഒരു എക്സാമ്പിൾ ഒക്കെ തന്നിട്ടുണ്ട്. എന്താണ് ഈ എൻഡോതെർമിക് റിയാക്ഷൻ? ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എൻഡോതെർമിക് റിയാക്ഷൻ എന്താണ്. അതായത് നമ്മുടെ ഈ എൻഡോതെർമിക് എന്ന് പറയുമ്പോൾ ഈ താപ ആഗിരണ പ്രവർത്തനം എന്നൊക്കെ പറയാം. നമ്മളെ ഇപ്പോൾ ഐസ് ക്യൂബ് ടെമ്പറേച്ചറിനെ അബ്സോർബ് ചെയ്ത് പെട്ടെന്ന് അലിഞ്ഞു പോകുന്നില്ല, അതുപോലെ അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ഡയറക്ഷൻ അറ്റ് വിച്ച് എൻഡോതെർമിക് റിയാക്ഷൻ ഇൻക്രീസസ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന വശത്ത് എന്ത് ചെയ്യും, ഈ എൻഡോതെർമിക് റിയാക്ഷനും ഇൻക്രീസ് ചെയ്യും. ഫോർവേഡ് റിയാക്ഷൻ ഈസ് എൻഡോതെർമിക് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ഫോർവേഡ് റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷനിൽ എൻഡോതെർമിക് റിയാക്ഷൻ നടക്കുകയാണ്, എന്താണ് അവിടുത്തെ ടെമ്പറേച്ചറും കൂടുതലായിരിക്കും. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ജസ്റ്റ് റിയാക്ഷനാണ്, നിങ്ങൾക്ക് ജസ്റ്റ് നോക്കുക. CaCO3 അതായത് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ഏതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ മാർക്ക് ഉണ്ട്. അപ്പോൾ റിവേഴ്സിബിൾ റിയാക്ഷനാണ് നടക്കുന്നത്. എൻഡോതെർമിക് ആകുമ്പോൾ ഏത് സൈഡിലാണ് എൻഡോതെർമിക് നടക്കുന്നത് എന്താണ്, അപ്പോൾ അവിടെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഹിയർ ഫോർവേഡ് റിയാക്ഷൻ ഈസ് എൻഡോതെർമിക് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ഫോർവേഡ് റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷൻ എൻഡോതെർമിക് ആണെങ്കിൽ എന്ത് ചെയ്യും, ടെമ്പറേച്ചർ ഇൻക്രീസ് ഫോർവേഡ് റിയാക്ഷൻ. ഓക്കെ, ടെമ്പറേച്ചർ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. പിന്നെ ടെമ്പറേച്ചർ ഡിക്രീസസ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസസ് ബിക്കോസ് ഇറ്റ് ഈസ് എക്സോതെർമിക്. ടെമ്പറേച്ചർ എന്ത് ചെയ്യും, കുറയും, അത് ബാക്ക്വേർഡ് റിയാക്ഷനിൽ. കാരണം അവിടെ എന്തായിരിക്കും നടക്കുക, എക്സോതെർമിക് ആയിരിക്കും. ഇവിടെ എൻഡോതെർമിക് ആണെങ്കിൽ അവിടെ എക്സോതെർമിക് ആയിരിക്കും. പിന്നെ അതിൻ്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. നമ്മൾ ഈ ചാപ്റ്റർ ഏകദേശം കഴിഞ്ഞു, നിങ്ങൾ ജസ്റ്റ് നോക്കുക. അമോണിയ ഗ്യാസ് ഈസ് കളക്റ്റഡ് ഇൻ ആൻ ഇൻവേർട്ടഡ് ജാർ. ഞാൻ പറഞ്ഞല്ലോ എന്താ കാരണം എന്ന്. എന്താണ്, നമ്മുടെ എയറിനെക്കാട്ടും ഡെൻസിറ്റി കുറവാണ് നമ്മുടെ അമോണിയ ഗ്യാസിന്, അതുകൊണ്ടാണ് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ജാറിൽ സൂക്ഷിച്ചിട്ടുള്ളത്. അതായത് അതിന് എന്താ പറയുക, നമ്മൾ ആ പരീക്ഷണത്തിൽ പറഞ്ഞിരുന്നല്ലോ എങ്ങനെയാണ് ഈ അമോണിയ ശേഖരിക്കുന്ന ബീക്കർ തലത്തിനെ വെച്ചിരുന്നതൊക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. പിന്നെ റൈറ്റ് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് കെമിക്കൽ ഈക്വിലിബ്രിയം. സി ദ ഇക്വേഷൻ ഗിവൺ ബിലോ. അതായത് നമ്മുടെ കെമിക്കൽ ഈക്വിലിബ്രിയത്തിൻ്റെ പ്രോപ്പർട്ടീസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. N2+3H2 gives 2NH3. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലേ. എന്താണ് നമ്മുടെ കെമിക്കൽ ഈക്വിലിബ്രിയത്തിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് ഒക്കർ ഇൻ ക്ലോസ്ഡ് സിസ്റ്റം. പിന്നെ എന്താണ് ഇതിൽ മെയിനായിട്ട് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് എന്താണ്, ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ ആയിരിക്കും എന്നാണ് മെയിനായിട്ട് പറയാം. അത്ര പറഞ്ഞാൽ തന്നെ ഏകദേശം മാർക്ക് സ്കോർ ചെയ്യാം. റൈറ്റ് 2 methods ടു ഇൻക്രീസ് എമൗണ്ട് ഓഫ് അമോണിയ. അതായത് നമ്മുടെ അമോണിയയുടെ അളവ് കൂട്ടാനുള്ള 2 മെത്തേഡ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതണം, അതായത് ടെമ്പറേച്ചർ ആൻഡ് ഈക്വിലിബ്രിയം പിന്നെ പ്രഷർ ആൻഡ് കെമിക്കൽ ഈക്വിലിബ്രിയമാണ് നിങ്ങൾ എഴുതേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചൂട് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ അമോണിയ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ ഇപ്പോൾ അമോണിയൻ്റെ എത്രയാണെന്ന് വെച്ചാൽ 450 ഡിഗ്രി സെൽഷ്യസ് ആണ് അമോണിയൻ്റെ ടെമ്പറേച്ചർ. ആ ഡിഗ്രി തന്നെ നമ്മൾ അതിനെ മാനുഫാക്ചർ ചെയ്തെടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ കറക്റ്റ് എമൗണ്ട് ആയിട്ട് കിട്ടും. അതിൽ കൂടുതൽ കുറേയൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ അളവിൽ വ്യത്യാസവും വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ 2 മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണണം. അപ്പോൾ നമ്മുടെ ഫോക്കസ് പോയിൻ്റ് ആയിട്ട് ഇത്രേ പറയുന്നുള്ളൂ, ബാക്കി അങ്ങോട്ട് പറയുന്നില്ല. നമ്മുടെ ഈ പാരഗ്രാഫില്ലേ, ഈ പാരഗ്രാഫിൻ്റെ ലാസ്റ്റ് വരെ നമുക്ക് ഫോക്കസ് പോയിൻ്റ് ആയിട്ട് തന്നിട്ടുള്ളൂ. ബാക്കി നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. ഈ ഏകദേശം ഇത്ര പഠിച്ചാൽ നമുക്ക് A+ കിട്ടും. ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യനൊക്കെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കെമിസ്ട്രിയിൽ A+ ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും A+ ഇട്ടിട്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഞാൻ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് അറിയിക്കുക. പിന്നെ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ബൈ ബൈ, സൈനിങ് ഓഫ്.